തുടർന്നുള്ള ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് ഒരു അവസരം കൂടെ ദാനമായി തരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ക്ലാസ്സിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിശുദ്ധദാസിദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരായിരിക്കുന്ന മേഖലകളിൽ നിന്ന് ക്ലാസ്സിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അവരായിരിക്കുന്ന മേഖലകളിൽ അധികമായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ ക്ലാസ്സുകൾക്ക് കാരണമായിരിക്കുന്ന ഗീഗോൺ തിയോളജിക്കൽ സെമിനാരിക്കായി അതിന്റെ എല്ലാ പ്രവർത്തകർക്കായി പ്രാർത്ഥിക്കുന്നു. ഡയറക്ടർ സാറിനായി, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിനായി, ടീച്ചിങ് എല്ലാ സ്റ്റാഫിനായും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ആദ്യോടെ പരിശുദ്ധാന്റെ തിരുസാന്നിധ്യത്തിൽ കൂടിയിരിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ആലോചനകളും തന്ന് ദൈവിക പാസ്റ്റൽ കെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കപ്പെടുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം. സമസ്ത ഘടകങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗീഗോൺ തിയോളജിക്കൽ സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് സമയം കണ്ടെത്തി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാരെയും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകളുടെ നടുവിലും ഇപ്രകാരം വചനം പഠിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരിക്കുന്നല്ലോ, അതിനായിട്ട് പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടെ പാസ്റ്റൽ കെയർ ആൻഡ് കൗൺസിലിംഗ്, ഇടയ പരിപാലനം ഉപബോധനം എന്നുള്ളതിലെ രണ്ടാമത്തെ ക്ലാസ് ആയിട്ടാണ് നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് ദൈവം സഹായിച്ചത്. കഴിഞ്ഞ ക്ലാസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പത്തെ ക്ലാസ്സിലായിരുന്നു. ഓക്കെ, നിങ്ങളിലെ ഏറെ പേരും ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. നിങ്ങളുടെ ഫേസുകളെല്ലാം ഫെമിലർ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച കാര്യങ്ങൾ വളരെ ആരാണ് പാസ്റ്റർ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പാസ്റ്റർ എന്ന വാക്ക് രൂപപ്പെട്ടത് എവിടെ നിന്നാണെന്നും അത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്, പാസേർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. പിന്നെ ആ വാക്ക് ഇംഗ്ലീഷിൽ ഷെപ്പേർഡ് എന്നാണ്, ഇടയൻ എന്നാണ്. ഓൺ ഹു ലീഡ് ദ ഫ്ലോക്ക്, ആടുകളെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടിടയായത് പുതിയ നിയമത്തിലെ സഭയിലെ 5 വിധ ശുശ്രൂഷകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ടിടയായി. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകർ. എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി നമ്മളത് ചിന്തിക്കാനായിട്ടിടയായി. അപ്പോൾ തന്നെ പുതിയ നിയമ ശുശ്രൂഷകന്മാരുടെ ചില പേരുകൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടിടയായി. 8 വിധമായിട്ടുള്ള പേരുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയായി. ഓക്കെ, ഓരോ ശുശ്രൂഷകന്മാരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തൊക്കെയാണെന്നുള്ളത് ആമുഖമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇടയായി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് ഇന്നത്തെ ക്ലാസ് പ്രവേശിക്കുന്നതാണ്. പുതുതായിട്ടും ചിലരെ കാണുന്നു. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് പാസ്റ്റൽ കെയർ ആൻഡ് കൗൺസിലിംഗ്, ഇടയ പരിപാലനവും ഉപബോധനവും എന്നതാണ് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആരാണ് പാസ്റ്റർ, അല്ലെങ്കിൽ പാസ്റ്റർ എന്ന പദം എവിടെ നിന്നൊക്കെ രൂപപ്പെട്ടു എന്നുള്ള ആമുഖം നമ്മൾ പഠിക്കാനായിട്ടിടയായി. ഇനി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവജനത്തെ മേയിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് ഇടയ ശുശ്രൂഷ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും പാസ്റ്റർ എന്ന് വിളിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെ? ഇവാഞ്ചലിസ്റ്റ് എന്ന പേര് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. പാസ്റ്റർ എന്ന് പറയുന്നത് ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശുശ്രൂഷകന്മാർക്ക് അല്ലെങ്കിൽ ഇടയന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ.
ഇടയ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ക്വാളിഫിക്കേഷൻ ഓഫ് എ പാസ്റ്ററൽ പാസ്റ്റർ. ക്വാളിഫിക്കേഷൻ ഓഫ് എ പാസ്റ്റർ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യവും അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:10 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഒന്നാമതായിട്ട് ഒരു ഇടയ ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണത്തിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ ശുശ്രൂഷകളിലും ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം. അതിനാധാരമായിട്ട് 2 റെഫറൻസ് നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. അപ്പോൾ തന്നെ ലൂക്കോസ് 24:10 ആ റെഫറൻസ് ആദ്യം എഴുതാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചു, ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ദൗത്യത്തിനായിട്ട് വിളിക്കുമ്പോൾ ദൈവം അവർക്ക് ശക്തി കൊടുത്തിട്ടാണ് ദൈവം അവരെ വിളിക്കുന്നത്, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് പ്രാപ്തി നൽകിയ ദൈവത്തിൽ, അല്ലെ? അവിടെ നാം വായിക്കുന്നു, അവൻ എന്നെ വിശ്വസ്തനെണ്ണി. 1 തീമോഥെയോസ് 1:12 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചു. ദൈവം നമ്മെ വിശ്വസ്തനെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ നാം വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്താണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്? ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്നത് ശക്തി ലഭിക്കുകയാണ്. അവിടെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യമോ ആരോഗ്യത്തെ അതിനേക്കാൾ അപ്പുറമായിട്ട് ശുശ്രൂഷകൾ പക്വതയോടും കാര്യക്ഷമതയോടുകൂടെ ചെയ്യുവാനായിട്ടുള്ള ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് ഒരു ശുശ്രൂഷന് പ്രധാനമായിട്ട് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഒരു ശുശ്രൂഷകൻ, ഏതൊരു ശുശ്രൂഷനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളും, അല്ലെ? അപ്പോ ഇന്ന് എല്ലാ മേഖലകളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്മാർട്ട് പീപ്പിളിനെയാണ്, അല്ലെ? സ്മാർട്ടായിട്ടുള്ള വ്യക്തികളെയാണ് ആഗ്രഹിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അവര് ഒരു സഭയിൽ അവരുടെ സഭകളിൽ ഒരു ദൈവദാസന് സ്ഥലം മാറിയാൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ അടുത്തവര് പ്രതീക്ഷിക്കുന്നത് നല്ല കൃപയുള്ള ദൈവദാസന്മാരെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്നാണെങ്കിലോ ബയോഡേറ്റ ആദ്യം മേടിക്കും, അല്ലേ? അപ്പോൾ തന്നെ ഏജ് ലിമിറ്റ് ഒരു 40 വയസ്സിന് താഴെയുള്ള ദൈവദാസനായിരിക്കണം. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് MTH എങ്കിലും പഠിത്തം ഉണ്ടായിരിക്കണം. അത്യാവശ്യം ഇംഗ്ലീഷ് എങ്കിലും പ്രസംഗിക്കാൻ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള ഒത്തിരി കണ്ടീഷൻസ് ആണ്. പിന്നെ ലാസ്റ്റ് എങ്ങാണ്ടെങ്കിലും വരും, പാസ്റ്റർ ഇച്ചിരി അത്യാവശ്യം പ്രവചനം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളത്. പക്ഷേ പണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സമയങ്ങളിൽ ദൈവദാസന്മാരെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ക്ഷമതയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാരായിട്ടുള്ള ദൈവദാസന്മാരെ വേണമെന്നായിരുന്നു, അല്ലേ? ഓക്കെ, ഇന്ന് അത് സെക്കൻഡറി തിങ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവദാസന്മാർ നിർബന്ധിതരായിട്ട് അറ്റ്ലീസ്റ്റ് ഓൺലൈൻ വഴിയെങ്കിലും MTH പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു സർട്ടിഫിക്കറ്റിനെങ്കിലും വേണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഞാനൊരു MTH ഹോൾഡർ ആണെന്നെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ, അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയും കൂടെയാണ്. ഞാൻ അത് ആക്ഷേപിക്കുക കൂടെ അല്ല ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെയാണ് പഠിക്കുന്നത്, അല്ലേ? അവർ പഠിക്കുന്ന ഭാഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അവർ അത്രമാത്രം ടഫായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോ അവർക്കൊന്ന് 5 വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാൻ, ഒരു വചനം പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ 5 വാക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസമുള്ള ഒരു ദൈവദാസൻ കൂടി അത്യാവശ്യമാണ്. അത് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ആവശ്യമാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഇടയ ശുശ്രൂഷൻ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ യോഗ്യത നമ്മൾ പഠിക്കുമ്പോൾ, ഒന്നാമതായിട്ട്
പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ ശുശ്രൂഷന്മാരിലും ഉണ്ടായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 1:8 വാക്യം ഇവിടെ റിയാലി വായിച്ചു കഴിഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:10 കൂടെ ഒരാൾക്ക് വായിക്കാമോ? അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോടുകൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഓക്കെ, അപ്പോ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നവരും അതിനുവേണ്ടി ആഗ്രഹിച്ചവരും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവിക ശുശ്രൂഷയ്ക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാസ്റ്ററൽ മിനിസ്ട്രി എന്ന് പറയുന്നത്, ഇടയ പരിപാലനം, ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്, അതിന്റെ നിർവചനം പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ദി സ്ക്രിപ്ചർ എന്ന്. അതായത് നമ്മൾ എന്താണ് തിയറി ആയിട്ട് പഠിക്കുന്നത് അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ, അല്ലെ? മറ്റു പ്രസംഗന്മാരെ അല്ലെങ്കിൽ മറ്റ് പ്രവാചക ശുശ്രൂഷന്മാർ അവർക്ക് ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകൾ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷേ ഒരു ഇടയ ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ജനത്തിന് പ്രസംഗിച്ചിട്ട് അതേ അനുഗ്രഹം ജനത്തിന് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൂടെ പറഞ്ഞു കൊടുത്ത് അതിനുവേണ്ടി കർത്താവ് ഈ വാഗ്ദത്തങ്ങൾ അവരുടെ മേൽ വരണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മധ്യസ്ഥിക്കാനും ഒരു ഇടയ ശുശ്രൂഷൻ ബാധ്യസ്ഥന, അല്ലെ? അത് ഭവന സന്ദർശനത്തിലൂടെ പിന്നെ മറ്റ് മീറ്റിങ്ങിലൂടെ കൂട്ടായ്മകളിലൂടെ ആ ഒരു കെയർ അവർക്ക് അത്യന്തമായിട്ട് ലഭിക്കണമെന്നുള്ളതാണ്. അടുത്ത രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വചന പാണ്ഡിത്യം, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുക, വചനം പഠിക്കുന്ന വ്യക്തിയായിരിക്കണം. ബൈബിൾ പഠനം അല്ലെങ്കിൽ ധ്യാനം മുടങ്ങാതെ ഉണ്ടായിരിക്കണം. അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി ക്വാളിഫിക്കേഷൻസ് സഭാജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ പ്രധാനമായിട്ടുള്ള ഡിനോമിനേഷൻ സഭകളില്, സംഘടനകളില് സഭാ ശുശ്രൂഷകനായിരിക്കണമെങ്കിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും ഒരു BTH പഠനമെങ്കിലും പൂർത്തി റെസിഡൻഷ്യലായിട്ട് പഠിച്ച ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ ഓൺലൈൻ പഠനങ്ങൾ റെസിഡൻഷ്യൽ പോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകൃതമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഒരു കോഴ്സ്, അല്ലെങ്കിൽ BTH കോഴ്സെങ്കിലും 3 വർഷത്തെ ദൈവവചന പഠനം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒരു ദൈവദാസൻ നിരന്തരം വചനധ്യാനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് ഇടയ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ രണ്ടാമത്തെ ഗുണമാണ് വചന പഠനം. അപ്പോൾ തന്നെ വചനധ്യാനം ക്രമീകൃതമായി ബൈബിൾ പഠിക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ അത് പഠിക്കണം. അതിലുപരിയായി പരിശ്രമത്തിൽ ബൈബിൾ പഠിക്കാനും ശ്രമിക്കണം. ബൈബിൾ ധ്യാനം മുടങ്ങാതെ ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പോൾ ഓരോ ദിവസവും വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും അവർക്ക് ലഭിക്കണമെന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ നമ്മൾ പ്രസംഗിച്ചിട്ടുള്ള ഭാഗമാണ് തന്നെയാണ് പ്രസംഗിക്കുന്നതെങ്കിലും നമ്മൾ വീണ്ടും അത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ആശയങ്ങൾ ദൈവം നൽകും, അല്ലെ? അതിലൂടെ നമ്മുടെ ബുദ്ധിയിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അത് പഠിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല പ്രസംഗിക്കുന്നത്, ആ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്ന ജനങ്ങൾക്ക് അത് പരിവർത്തനമായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് ഇടയാകും എന്നുള്ളതാണ്. അപ്പൊ വചനം പഠിക്കുക എന്നുള്ളതാണ്. 1 തീമോഥെയോസ് 2:15 വാക്യം വായിക്കാം. രണ്ട് തീമോഥെയോസ്
2-ാം അധ്യായം 15-ാമത്തെ വാക്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ ദൈവത്തിന്റെ വചനം അത് യഥാർത്ഥമായി പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ അത് ഗൗരവമായ രീതിയിൽ അത് പഠിക്കണം, അല്ലെ? ക്രമീകൃതമായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് പ്രസംഗിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ റെഫറൻസ് നമുക്ക് അവിടെ ആ പോയിന്റിന്റെ കൂടെ എഴുതി വെക്കാം. 2 തീമോഥെയോസ് 2-ാം അധ്യായം 15-ാമത്തെ വാക്യവും, അപ്പോൾ തന്നെ 3-ാം അധ്യായം 2 തീമോഥെയോസ് 3-ാം അധ്യായം 16-17 വാക്യം കൂടെ ഇതിനോടൊപ്പം നമുക്ക് എഴുതാവുന്നതാണ്, ആ റെഫറൻസ് ചേർക്കാവുന്നതാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പോ ഇത് ദൈവവചന പഠനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാണ്, അല്ലെ? അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നതിനേക്കാൾ സമയം കണ്ടെത്തുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരി പ്രാധാന്യമാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും കൂടെ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ പവർഫുള്ളായി, വളരെ ശക്തിയുള്ളതായി ജനഹൃദയങ്ങൾക്ക് അത് ആഴ്ന്നിറങ്ങാനായിട്ട്, മനസ്സിലാക്കപ്പെടുവാനായിട്ട് ഇടയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വചന പഠനം. അത് എല്ലാ രീതികളിലും ക്രമീകൃതമായിട്ടുള്ള ദൈവവചന പഠനമാണ്. അത് ദൈവവചനം ആധികാരികമായി പഠിക്കുകയും പഠിപ്പിക്കുകയും 2 തീമോഥെയോസ് 3:14 വായിക്കാമോ? നമ്മൾ ആരോട് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ഓക്കെ, വചനം പഠിക്കുക എന്ന് പറയുന്നത് അതിന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല, അല്ലെ? അപ്പൊ നമ്മൾ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ചു കഴിഞ്ഞാൽ ആരും നമ്മെ അതിൽ നിന്ന് തെറ്റിക്കാൻ അനുവദിക്കരുത്. ഇന്ന് ഒത്തിരി ദുരുപദേശക്കാരും ഒത്തിരി ഹെറിറ്റിക്കൽ ടീച്ചിങ് ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുന്നു, നീയോ ബാല്യം മുതൽ പഠിച്ചും ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ വചനത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തർക്കും ദൈവമില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയും, അല്ലെ? അപ്പോ വചനം ക്രമീകൃതമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു ഇടയ ശുശ്രൂഷകന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. മറ്റ് ഏത് ശുശ്രൂഷക്കാൾ ഒരു ഇടയ ശുശ്രൂഷകൻ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവരുടെ ആടുകൾക്ക് അത് കൃത്യമായിട്ട് വിളമ്പാൻ കഴിയുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അവര് തെറ്റിപ്പോകും, അല്ലേ? അപ്പൊ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം എന്ത് പച്ചില കൊടുക്കണമെന്ന് ആ ഇടയൻ അറിയാം, അല്ലെങ്കിൽ ആടുകൾക്ക് ഏനക്കേട് വരും, അല്ലെ? അസ്വസ്ഥത ഉണ്ടാകും. അപ്പോ ആടുകളുടെ അവസ്ഥ അറിഞ്ഞ പത്രോസിന്റെ ലേഖനത്തിൽ പഠിക്കും പോലെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയുള്ളവരായിരിക്കുക എന്നുള്ളത്, അല്ലെ? അതിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ഓക്കെ, 3-ാമത്തെ പോയിന്റ് ഇടയ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട 3-ാമത്തെ ഗുണം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കും. ഒന്ന് തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഒന്നുകൂടെ പറയാം റെഫറൻസ്. 1 തെസ്സലോനിക്കർ, 1 Thessalonians chapter 5 verse 17 and 18. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-18 വാക്യങ്ങളാണ്. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ,
എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഓക്കെ, അപ്പോ ഒരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന നിരന്തരമായ ജീവിതം അനിവാര്യമാണ്. പ്രാർത്ഥനാ ജീവിതം ശുശ്രൂഷകർക്ക് അത്യാവശ്യമായും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ വിജയ രഹസ്യം എന്ന് പറയുന്നത് അത് പ്രാർത്ഥന തന്നെയാണ്. അതിനെ ഒരു റോൾ മോഡൽ മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ്, അല്ലെ? സമയങ്ങൾ വേർതിരിച്ചിരുന്ന് പലപ്പോഴും പ്രാർത്ഥനയ്ക്കായി ഏകാന്ത സ്ഥലങ്ങളിൽ പോയിരുന്നതാണ് നാം സുവിശേഷ പുസ്തകങ്ങൾ വായിക്കുന്നു. പ്രസംഗികളുടെ പ്രഭുവായ CH സ്പർജൻ, നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ മഹത്തായ വ്യക്തിയെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. പുള്ളിയുടെ ജീവചരിത്രം. പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോ ആ വ്യക്തിയോട് ഒരു മനുഷ്യൻ തന്റെ പ്രസംഗത്തിന്റെ വൈഭവം, വാക്ചാതുര്യം, സ്ഫുടത ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആയിരങ്ങൾ രക്ഷിക്കപ്പെടുന്ന വാക്കുകൾ കേട്ട്, പ്രസംഗം കേട്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് കൗതുകം ഉണ്ടായിട്ട് ആ വ്യക്തി CH സ്പർജന ദേവദാസനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഫോർ യുവർ മിനിസ്ട്രി? ഹി സെഡ് പ്രയർ. പുള്ളി പറഞ്ഞു പ്രാർത്ഥനയാണ്. വീണ്ടും രണ്ടാമത് ഈ വ്യക്തി ചോദിച്ചു, അങ്ങയുടെ ശുശ്രൂഷ ജനങ്ങൾക്ക് എത്ര സമയമാണെങ്കിലും കേട്ടിരുന്നു പോകുന്നു, വചനം അതുപോലെ കൈക്കൊള്ളുന്നു, അത്രമാത്രം ജനങ്ങളെ ആകർഷിക്കാനായിട്ട് കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴും എന്താണ് രഹസ്യം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത് പറയുന്നു പ്രയർ, പ്രാർത്ഥന. മൂന്നാമതും പറയുന്നു പ്രയർ. അപ്പോൾ പ്രാർത്ഥന തന്നെയാണ്, അല്ലെ? നമ്മൾ എത്ര പ്രിപ്പയറായി തയ്യാറാണെങ്കിലും എല്ലാം ഒക്കെ ആക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പ്രാർത്ഥനയും വളരെ അനിവാര്യമായിട്ടുള്ള, എന്തെങ്കിൽ മാത്രമേ നമുക്ക് ഫലവത്തായിട്ടുള്ള ശുശ്രൂഷ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു പോലും സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏകാന്ത സ്ഥലങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാം യേശു ക്രിസ്തുവിനേക്കാൾ വലിയവരല്ല, അല്ലേ? അത്രയും മഹത്തമായിട്ടുള്ള ശുശ്രൂഷകളാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്കും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ആഡ്. നിങ്ങൾ അതിന് തയ്യാറാകണം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഫോർ ദാറ്റ്. ഒരു തടസ്സം ഞാൻ പറയത്തില്ല. ഓക്കെ, ബിക്കോസ് എന്നെക്കാൾ എക്സ്പീരിയൻസും അനുഭവ സമ്പന്നരായിട്ടുള്ള ദേവദാസന്മാര് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇനി ഒത്തിരി യോഗ്യതകളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഓക്കെ, തൽക്കാലം ഇത്രയും കാര്യങ്ങൾ. ഒന്ന്, ഒരു ദേവദാസനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കണം. റഫറൻസ് എഴുതി അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യം. പിന്നെ ബൈബിൾ ക്രമീകൃതമായി പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തിയും പഠിക്കുന്നതുമായിരിക്കണം. പിന്നെ പ്രാർത്ഥനാ ജീവിത ശുശ്രൂഷയ്ക്ക് അനിവാര്യമാണ്. അതിന് ഉദാഹരണം 1 തെസ്സലോനിക്കർ 5:17, 13, 17, 18 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഇടയ ശുശ്രൂഷ? എന്താണ് ഇടയ ശുശ്രൂഷ? വാട്ട് ഈസ് പാസ്റ്ററൽ മിനിസ്ട്രി? എന്താണ് ഇടയ ശുശ്രൂഷ? ഓക്കെ, വളരെ ഉത്തരവാദിത്തങ്ങളും കടമകളുമുള്ള ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ. ഒന്നാമതായിട്ട് ഇടയ ശുശ്രൂഷ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടും കടമകളോടും അല്ലെങ്കിൽ കടമകളുമുള്ള
ഒന്നാണ് ഇടയ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ സഭാജനങ്ങളെ എല്ലാവിധത്തിലും പരിപാലിപ്പാൻ ദൈവിക വിളിയും സമർപ്പണവും ഉള്ളവർക്ക് മാത്രമേ ഈ ശുശ്രൂഷ ഏറ്റെടുക്കാവൂ. അതുകൊണ്ട് തന്നെ സഭാജനങ്ങളെ എല്ലാവിധത്തിലും പരിപാലിപ്പാൻ അതൊന്നുകൂടി പറയാ സാറേ. സഭാജനങ്ങളെ എല്ലാവിധത്തിലും പരിപാലിപ്പാൻ ദൈവിക വിളിയും സമർപ്പണവും ഉണ്ടായിരിക്കണം. അപ്രകാരമുള്ളവർക്ക് മാത്രമേ ഇടയ ശുശ്രൂഷയിൽ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസ് എല്ലാം എഴുതിയാൽ മതി. എന്തായാലും ഞാൻ നോട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ കേൾക്കുന്ന മെയിൻ പോയിന്റ് മാത്രം അങ്ങനെ നോട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഒന്നാമതായി സഭ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വങ്ങളും കടമകളുമുള്ള ഒന്നാണ് ഇടയ ശുശ്രൂഷ. അത് മറക്കരുത്, ആ ഒരു സെന്റൻസ് മറക്കരുത്. എന്താണ്? വളരെ ഉത്തരവാദിത്വങ്ങളും കടമകളും ഉള്ള ഒന്നാണ് ഇടയ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ സഭാജനങ്ങളെ എല്ലാവിധത്തിലും പരിപാലിപ്പാൻ ദൈവിക വിളിയും നിയോഗവും അല്ലെങ്കിൽ സമർപ്പണവും ഉള്ളവർക്ക് മാത്രമേ ഈ ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും, എല്ലാവർക്കും വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റും, ഓക്കെ. പക്ഷേ ആ ഒരു ഇടയ പരിപാലനം, നമ്മൾ അതിലേക്ക് വരുന്നു. ഇടയ ശുശ്രൂഷ അതിൻ്റെതായ ഫലവത്തോടുകൂടെ ചെയ്യണമെങ്കിൽ ദൈവിക, നേരത്തെ പറഞ്ഞതുപോലെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം, ദൈവവചനം ക്രമീകൃതമായി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പഠിക്കുന്ന വ്യക്തിയായിരിക്കണം. 3, പ്രാർത്ഥന നിരന്തരമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ശുശ്രൂഷയിൽ ഫലവത്തായി തീരുകയുള്ളൂ. അടുത്തത്, അപ്പോൾ തന്നെ വിളിയും തെരഞ്ഞെടുപ്പും ശരിയായി ഉറപ്പിക്കാതെ ശുശ്രൂഷ ചെയ്യുന്നവർ പരാജയപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ഏത് ശുശ്രൂഷയ്ക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? അപ്പോൾ ചില വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ടീച്ചേഴ്സും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡും ഒക്കെ ഒരുമിച്ചിരുന്നാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളിൽ ഒന്നാണ്, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചോദ്യം ചിലപ്പോൾ അതിൻ്റെതായ ആൻസർ അവർക്ക് ചിലപ്പോൾ അറിയത്തില്ല. നിങ്ങൾ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ആണോ, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ആണെന്ന് യെസ് ആണെങ്കിൽ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഒന്നിൽ തല താഴ്ത്തും അല്ലെങ്കിൽ തല ചൊറിയും. ആ ഡേറ്റ് അവർക്ക് അറിയത്തില്ല. അപ്പോൾ പറയും, ഓ അത് എന്നാ മോൻ രക്ഷാനിർണയം പ്രാപിച്ചെന്ന് നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കുമ്പോൾ പറയും, അത് എന്റെ അപ്പച്ചന്റെ കാലം മുതൽ ഞാൻ സഭയില എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശു കർത്താവിനെ അംഗീകരിച്ച ദിവസം അല്ലേ, രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച ദിവസം. ചിലപ്പോൾ നമുക്ക് സ്നേഹപ്പെട്ട ദിവസം ഓർത്തിരിക്കും ചിലവരൊക്കെ എഴുതിയിടും. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതും ഏറെക്കുറെ പേർക്ക് അറിയാമായിരിക്കും. പക്ഷേ ബോൺ അഗെയിൻ, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചത് എന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഒരു സ്നേഹപ്പെട്ടതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയുടെ ഒരു ഡേറ്റ് ചിലപ്പം എഴുതി വയ്ക്കും അല്ലേ? ഓക്കെ, അപ്പോ അതാണ് ഓക്കെ. അപ്പോ ഇവിടെ ഓരോ ശുശ്രൂഷകന്മാർക്കും, എന്നിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്ത് ശുശ്രൂഷയാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് വിളിയും തിരഞ്ഞെടുപ്പും ദൈവമാണ് നിങ്ങളെ വിളിച്ചതെന്ന് ഉറപ്പുണ്ടോ? ഡു യു ഹാവ് ഡെഫിനിറ്റ് കോൾ ഫോർ എ മിനിസ്ട്രി എന്ന് ചോദിക്കും. അപ്പോ ചിലവര് സ്വന്തമായിട്ട് ആഗ്രഹത്തോടുകൂടെ വചനം പഠിക്കാൻ വന്നിട്ടുള്ളവരുണ്ടാകാം, പാസ്റ്ററുടെ നിർബന്ധം പ്രകാരം വന്നിട്ടുള്ളവരുണ്ടാകാം, അതിന് മാതാപിതാക്കൾ കുഞ്ഞിലെ എന്തെങ്കിലും കാരണവശാൽ കുഞ്ഞിനെ സമർപ്പിച്ചത് കൊണ്ട് വേറൊരു പഠിപ്പിക്കാൻ വിടാതെ അവരുടെ നിർബന്ധത്താൽ വന്നിട്ടുള്ളവരും ഉണ്ടാകാം. അപ്പോൾ തന്നെ വിരലെണ്ണാവുന്ന കുറച്ചുപേർ മാത്രമേ സ്വയം എന്താണ് പഠനം, ദൈവവേലയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അവരുടെ പഠന
ആ, നടക്കുമ്പോൾ അല്ലെങ്കിൽ പഠനം കഴിയുന്നതിനോടുള്ള ബന്ധത്തിലാണ് യഥാർത്ഥമായിട്ട് അവർ അവരുടെ ജീവിതത്തെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ഉദ്ദേശം പഠനം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വന്നിരിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അപ്പൊ ചിലരൊക്കെ പറയും, ചെറുത് ജസ്റ്റ് വചനം പഠിക്കാൻ വേണ്ടിയിട്ട്. ചിലർ പറയും, ഒരു വർഷം പാഴാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഒരു വിഷയം പോയി, ഞാൻ പ്ലസ് ടുവിനോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ പഠിച്ചത് എനിക്ക് ഒരു വിഷയം കൂടെ കിട്ടാനുണ്ട്, മറ്റൊരു കോഴ്സിനും ചേരാൻ പറ്റത്തില്ല, അതുകൊണ്ട് വർഷം പാഴാകാതിരിക്കാനായിട്ട് അതിനോടൊപ്പം ഇതും പഠിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ടുള്ളവരും എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ വന്നിട്ടുള്ളവരും പിന്നീട് വചനം പഠിച്ച് തറവായി വരുമ്പോൾ അവർ 100% അവരുടെ ജീവിതം ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവരെ എനിക്കറിയാം. ഓക്കെ, അപ്പോ എന്നിട്ട് അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വചനം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തായി തീരാനാണ് താല്പര്യം? അപ്പൊ ചിലര് പറയും, അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ജസ്റ്റ് വചനം പഠിക്കണം എന്നുള്ള ആഗ്രഹം. ചിലർ പറയും, എനിക്ക് പാസ്റ്ററൽ മിനിസ്ട്രി ആണ്. ചിലർ പറയും, എനിക്ക് ടീച്ചിങ് ഫീൽഡാണ്. ചിലർ പറയും, ഓക്കെ, വചനം പഠിച്ചിട്ട് നല്ലൊരു ഓർഗനൈസേഷനിൽ, ഒരു ക്രിസ്തീയ സംഘടനകളിൽ വർക്ക് ചെയ്യണം, ഭാഗികമായിട്ട് ജോലി, സുവിശേഷ വേല ഹെൽപ്പ് ചെയ്തുകൊണ്ട് സുവിശേഷ വേലയുടെ ഒരു ഭാഗം ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. ചിലർ പറയും, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, ദൈവം ഒരിക്കലും ഒരു മിഷണറി പോലും ഇല്ലാത്ത സ്ഥലത്ത് എന്നെ അയക്കണമെന്ന്, മിഷണറി ആയിട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. പക്ഷേ അടുത്തതായിട്ട് പറയും, നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കുകയും, ആ ചിലർ പറയും ചിൽഡ്രൻസ് മിനിസ്ട്രി ആണ്, യൂത്ത് മിനിസ്ട്രി ആണ് എന്നൊക്കെ പറയും. ഓക്കെ, ഈ ഇഷ്ടങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പറയും. സമർപ്പിച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥമായിട്ടുള്ള വിളിയും തിരഞ്ഞെടുപ്പും, ഞാൻ ഇന്ന മിനിസ്ട്രിക്കാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം പ്രാപിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഒരു കാര്യം തിരഞ്ഞെടുക്കാവൂ എന്ന് പറയും. അത് തുടക്കത്തിലല്ല, അത് പഠിച്ച് അവരുടെ ഫൈനൽ ഗ്രാജുവേഷന് മുമ്പ് അങ്ങനെ ഒരു നിർണയം പ്രാപിച്ചിട്ടാണ്, അതിനുവേണ്ടി പ്രത്യേകം ഫാസ്റ്റിംഗ് പ്രയറും എല്ലാം ക്രമീകരിച്ചിട്ടാണ് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കോളിംഗ് ഇതാണ്, എന്റെ കോളിംഗ് ഇതാണ് എന്ന് മനസ്സിലാക്കാത്തവർക്ക് ആ പ്രാർത്ഥനകളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ക്രമീകരിക്കും. അപ്പോ ഒരു ഇടയ ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് അറിവ് കൊണ്ട്, ഈ നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെ? ഇപ്പൊ ഒരു വിശ്വാസം നിരന്തരം ആത്മീയ കൂട്ടായ്മയ്ക്ക് പോകുന്ന ഒരു വിശ്വാസിക്ക് അറിയാം എങ്ങനെയാണ് സഭാആരാധന നടത്തേണ്ടതെന്ന്, അല്ലെ? പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് തുടങ്ങുന്നു, 2-3 പാട്ട് പാടുന്നു, 1-2 പേർക്ക് ആരാധനയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥന കൊടുക്കുന്നു, പിന്നെ ഒരു സങ്കീർത്തനം വായിച്ചിട്ട് 5 വാക്ക് പറയുന്നു, അല്ലെ? പ്രബോധിപ്പിക്കുന്നു, പിന്നെ സാക്ഷ്യം ഉണ്ടെങ്കിൽ സാക്ഷ്യത്തിനുള്ള സമയമാണ്, ഓഫറിങ്, പിന്നെ ഒരു വചനമെടുത്ത് പ്രസംഗിക്കുന്നു. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മൾ ഒരു വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിനുള്ള ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം എന്നുള്ളതാണ്. അതാണ് ഏത് ശുശ്രൂഷയ്ക്ക് ആ ഒരു ഉറപ്പ് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഇടയ ശുശ്രൂഷയ്ക്ക്, അല്ലെ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലാതെ ഇടയ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഇടയൻ നല്ലൊരു പ്രസംഗനായിരിക്കണം, നല്ലൊരു അധ്യാപകനായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഓൾറൗണ്ട് മിനിസ്റ്റർ ആണ്, അല്ലെ? പിന്നെ നല്ലൊരു കൗൺസിലർ ആയിരിക്കണം, നല്ലൊരു ഉപദേശകനായിരിക്കണം, പിന്നെ ഏത് സാഹചര്യങ്ങളിലും പ്രസംഗിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. സഭാരാധന പ്രസംഗിക്കുന്ന പ്രസംഗം നമുക്ക് അതേ രീതിയിൽ നമുക്ക് കോട്ടേജ് മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പറ്റത്തില്ല, അല്ലെ? അവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരിക്കുള്ളൂ, ചിലപ്പോൾ വീട്ടിലുള്ളവരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പ്രസംഗിക്കേണ്ട ഭാഗങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ തന്നെ തറക്കല്ലിടുന്നത്, കട്ടള വയ്പ്, വീട് വാർക്ക, ഇതിനൊക്കെയുള്ള സ്പെഷ്യൽ പ്രസംഗങ്ങളും വാക്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ശുശ്രൂഷകന് അത് ഓൾറൗണ്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ തന്നെ ശുശ്രൂഷ എങ്ങനെ ലീഡ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ലീഡ് ചെയ്യേണ്ട അവസരങ്ങളും ഒരു ശുശ്രൂഷനുണ്ടല്ലേ? പിന്നെ ഹൗസ് വാമിങ്, മാരേജ് ഫംഗ്ഷൻ, ഇനി ഒരു 50 ഫാമിലി ഉള്ള ഒരു ചർച്ചിലാണ് ഒരു ശുശ്രൂഷ നിയമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് പുള്ളിക്ക് പോകാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ബർത്ത്ഡേക്കിലും കാണും, മാസത്തിൽ ഒരു ഫ്യൂണറെങ്കിലും കാണും, അല്ലയോ?
ഓക്കെ. അപ്പോ പിന്നെ സ്പെഷ്യൽ മീറ്റിംഗ്, പിന്നെ മാസത്തിലൊരു യാത്രയപ്പ് മീറ്റിംഗ് ഒക്കെ, ഇതെല്ലാം ഇങ്ങനെ കാണും. ഇതെല്ലാം ഒരു ദൈവദാസൻ അറിഞ്ഞിരിക്കണം. അപ്പോ മറ്റേത് ശുശ്രൂഷകളെക്കാൾ വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള വിളിയും തിരഞ്ഞെടുപ്പും ശരിയായിട്ട് ഉറപ്പ് പ്രാപിക്കണം. അങ്ങനെയുള്ളവർ നയിക്കുന്ന സഭകളാണ്. ഓക്കെ. ഈ ഉറപ്പ് ഇല്ലാതെ അനുഭവം കൊണ്ടും അറിവ് കൊണ്ടും ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരുണ്ട് അല്ലെ. അങ്ങനെയുള്ളവരുടെ സഭ കുറെ നാൾ ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അല്ലെ, കൗൺസിലിംഗ് പഠിച്ചിട്ട് ഉള്ളവർക്കറിയാം. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയും. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ പരിഹാരം കണ്ടെത്തണമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആവലാതി ഉണ്ടാകുന്നു അല്ലെ. സഭയാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും അല്ലെ. ദൈവസഭയ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ലെ. അപ്പൊ അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ ദൈവിക വചനത്തിലുള്ള അറിവ്, ഇതെല്ലാം പക്വതയോടുകൂടെ ജനങ്ങളെ മനസ്സിലാക്കി, എല്ലാവരെയും 100% നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ കേൾക്കേണ്ടത് കേട്ട്, കേൾക്കാത്തത് അങ്ങ് വിട്ടുകളഞ്ഞിട്ട് ഒരു ജഡ്ജ്മെന്റ് അല്ലാതെ ഒരു ദൈവദാസൻ 6 ദിവസവും വിശ്വാസികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ട് 7ാമത്തെ ദിവസം ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയില്ലാതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മാറിപ്പോയാൽ മതി, അടുത്ത പാർട്ടി പറയും ഇന്ന് അവർക്കിട്ടുള്ള മെസ്സേജ് ആണ്, എനിക്കൊന്നില്ല എന്ന് പറഞ്ഞ് കൈകെട്ടി അങ്ങ് ഇരിക്കും അല്ലേ. അപ്പൊ ഇവർക്ക് സന്തോഷമാണ്, മറ്റുള്ളവരെ ഇങ്ങനെ നോക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു ദൈവദാസൻ പുൽപ്പിറ്റിൽ നിന്ന് എല്ലാം മാനേജ് ചെയ്യണം. അപ്പൊ തന്നെ കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അഡോളസൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അഡൽട്ട് ആയിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്, മാതാപിതാക്കളുണ്ട്. അവർക്കെല്ലാം ഒരുപോലെ മെസ്സേജ് അവർക്ക് കിട്ടണം അല്ലെ. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ അറിഞ്ഞ്, ആടുകളുടെ അവസ്ഥ അറിഞ്ഞ് അവരെ പോറ്റുന്ന ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓക്കെ. അതുകൂടാതെ വളരെ ദൈവഭയത്തോടും ദൈവകൃപയോടും അനുഷ്ഠിക്കേണ്ട ഒന്നാണ് സഭാ ശുശ്രൂഷ. വളരെ ദൈവഭയത്തോടും ദൈവകൃപയോടും കൂടെ അനുഷ്ഠിക്കേണ്ട ഒന്നാണ് ഇടയ ശുശ്രൂഷ. അപ്പോൾ ഈ ഇടയ ശുശ്രൂഷകന്റെ ശുശ്രൂഷ കണ്ടിട്ടാണ് ഈ സഭയിലുള്ള ജനങ്ങൾ, കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത് അല്ലേ. ഇന്ന് സഭകളിലെ ബൈബിൾ കോളേജുകൾ നേരിടുന്ന വെല്ലുവിളി, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മലയാളി കുഞ്ഞുങ്ങൾ പഠിക്കാനില്ല, ബൈബിൾ കോളേജ് പഠിക്കാനില്ല, വചനം പഠിക്കാനായിട്ട് കോളേജിൽ പഠിക്കുന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള പല ബൈബിൾ കോളേജുകൾ റൺ ചെയ്യുന്നത് നമ്മുടെ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഇവർ അറിയുന്നത് വചനം പഠിക്കാനാണ് നമ്മൾ വന്നതെന്ന്. പലരും സ്നേഹപ്പെട്ട വ്യക്തികൾ പോലും അല്ല. എന്താണ് സ്നേഹമെന്ന് പോലും അറിയത്തില്ല. മുമ്പ് ബൈബിൾ കോളേജ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ദൈവവിളി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇന്ന് നമ്മൾ വിളിച്ചു കയറ്റുക അല്ലയോ. ഞാനൊരു ബൈബിൾ കോളേജൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് അറിയാം. ബൈബിൾ കോളേജുകളുടെ ആ ഒരു അവസ്ഥ വന്നിട്ട് അല്ലെങ്കിൽ പല കോളേജിലും അടച്ചു പോയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ പഠിക്കാനില്ല, ആൾക്കാരില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ വളരെ ദൈവഭയത്തോടും ദൈവകൃപയോടും അനുഷ്ഠിക്കേണ്ട ഒന്നാണ് ഇടയ ശുശ്രൂഷ എന്നുള്ളത്. ഓക്കെ. പിന്നെ സഭയിലെ ഓരോ ശുശ്രൂഷയിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശങ്ങൾക്ക് ഒരു വ്യതിയാനവും സംഭവിക്കാതെ അത് അനുവർത്തിക്കണം. അപ്പൊ ഉപദേശ പിശക് കൂടാതെ, നമ്മൾ നേരത്തെ 2 തീമോത്തിയിലെ 2-15 വാക്യത്തിൽ വായിച്ചതുപോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് അല്ലെ. അപ്പോ ദൈവത്തിന്റെ വചനത്തിന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ആ 2ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഭക്തിവിരുദ്ധമായ 16ാമത്തെ വാക്യം, ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക, ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. കേൾക്കുന്നവരെ, 14ാമത്തെ വാക്യം, കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വേദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിന് സാക്ഷിയാക്കി ഓർമ്മപ്പെടുത്തുക അല്ലെ. പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റിയുടെ, അഭിവൃദ്ധിയുടെ സന്ദേശങ്ങളാണ് അവർക്ക് ഇഷ്ടം അല്ലെ. പല സഭകളിലും കയ്യടിയുടെയും ബഹളത്തിന്റെയും ശബ്ദകോലാഹലത്തിന്റെയും അവസ്ഥയിൽ അങ്ങ് ഒതുങ്ങിക്കൂടുകയാണ്. എന്താണ് യഥാർത്ഥ വചനം? ശാന്തമായിട്ട് പ്രസംഗിക്കുന്ന വ്യക്തികളെ
ഇന്ന് ജനങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലേ? ഓ, പണ്ടത്തെ മെസ്സേജ് കൊണ്ട് വന്നെന്ന് പറയും. ഇന്ന് ചാടി പ്രസംഗിക്കുകയും ഒരു എന്തുവാ ഒക്കെ ചെയ്യുന്ന വ്യക്തികളെയാണ് അവർക്ക് താല്പര്യം. അങ്ങനെയായി ആ ഒരു ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത് സകലവും ചന്തവും ഉചിതവും ക്രമവുമായി ചെയ്യണം. ഒരു ഇടയ ശുശ്രൂഷകൻ വളരെ പ്രാർത്ഥിച്ച് വളരെ ചന്തവും ഉചിതവും ക്രമവുമായി ഓരോ ശുശ്രൂഷകൾ ചെയ്യണം അല്ലെ? ഭംഗിയായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകൾ മാത്രമല്ല, ചിലപ്പോൾ പൊതുജനങ്ങൾ കൂടെ പങ്കെടുക്കേണ്ടുന്ന ശുശ്രൂഷകൾ, ഫോർ എക്സാമ്പിൾ ഫ്യൂണറൽ, മാരേജ് ഫംഗ്ഷൻ അല്ലെ, ഇതൊക്കെ നമ്മുടെ വിശ്വാസികൾ മാത്രമല്ല, ആ ദേശനിവാസികളും പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കളും മറ്റു മത വിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവരും അതിൽ പങ്കെടുക്കും അല്ലെ? അപ്പോ ശുശ്രൂഷകൾക്ക് ആക്ഷേപം കൂടാതെ വളരെ ചന്തവും ഉചിതവും ക്രമവുമായി ശുശ്രൂഷകൾ ആക്ഷേപം വരാതെ പ്രാർത്ഥനാപൂർവം നിർവഹിക്കാൻ നിർവഹിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താലാണ് അല്ലെ? ഒരു ശുശ്രൂഷൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് യാഗപീഠത്തിൽ അല്ലെങ്കിൽ പുൾപിറ്റിൽ നിൽക്കുകയാണ്. അപ്പോ താൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഒരുങ്ങി ജനങ്ങൾക്ക് പറയാനിരിക്കുമ്പോൾ തന്നിലൂടെ പരിശുദ്ധാത്മാവാണ് ഇടപെടുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യം ഒരു ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഏത് ശുശ്രൂഷയിൽ പ്രവേശിച്ചാലും അതിനു മുമ്പ് തയ്യാറെടുപ്പ് ആവശ്യമാണ്, ഒരു ഒരുക്കം ആവശ്യമാണ്. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, 2-3 പേർ ദൈവനാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് അല്ലേ? അവരുടെ മധ്യത്തിലുണ്ട്. അപ്പോ ഒരു ടൈം, കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത ശുശ്രൂഷന്റെ യോഗ്യതകളും ഒക്കെ നമ്മൾ ഇനിയും പഠിക്കാനായിട്ടുണ്ട്. അതിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള മഹത്തായ ബോധ്യം ഒരിക്കലും വിട്ടുകളയരുത്, മറന്നു കളയരുത്. എന്താ പറഞ്ഞേ? ഓക്കെ, മനസ്സിലായോ? ഓരോ ശുശ്രൂഷകളും, ഇടയ ശുശ്രൂഷൻ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും അത് ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ അത് നിർവഹിക്കേണ്ടതാണ്. ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ള ബോധ്യം ഒരിക്കലും വിട്ടുകളയരുത്, അത് ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ തന്നെ അക്രൈസ്തവരായ മറ്റു മതവിശ്വാസികളായ വ്യക്തികളും നമ്മുടെ പൊതു മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവരും നമ്മൾ പറയുന്ന ദൈവവചനം ഗ്രഹിക്കത്തക്ക നിലയിൽ, മനസ്സിലാക്കത്തക്ക നിലയിൽ, ഒരുപക്ഷെ സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്ന പോലെ ഒത്തിരി ഫാസ്റ്റായിട്ട് പ്രസംഗിച്ച് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഒക്കെ നമ്മൾ ഇടയ്ക്ക് പറയും. പക്ഷേ ഒരു പൊതു സദസ്സെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ഇച്ചിരി സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി. കർത്താവിന്റെ സംഭാഷണം എങ്ങനെയായിരുന്നു? കർത്താവ് യേശുക്രിസ്തുവിന്റെ സംഭാഷണം വളരെ ലളിതമായിരുന്നു അല്ലേ? ഒരു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് സംഭാഷിച്ചു. കർത്താവിന് വലിയ വൊക്കാബുലറിയിലൊക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞിടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ സാഹിത്യം അറിഞ്ഞിടാത്തത് കൊണ്ടാണോ? അപ്പോൾ തന്നെ കർത്താവ് ശാസ്ത്രിമാരോട് സംസാരിച്ചത് അവർ യേശുക്രിസ്തുവിന്റെ 12 വയസ്സുള്ള ആ യേശുക്രിസ്തുവിന്റെ വാക്ക് കേട്ടിട്ട് അവർ അത്ഭുതവരായ എന്നാണ് അല്ലെ? അപ്പോ ഓരോ ജനത്തോട് സംസാരിക്കാൻ വളരെ ലളിതമായിട്ടുള്ള ഭാഷയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. അപ്പോ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി നമ്മൾ കർത്താവിനെ ഉയർത്തുന്നവരായിരിക്കണം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ശുശ്രൂഷ എല്ലാം മറ്റുള്ളവർക്കും കൂടെ
ഗ്രഹിക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ മനസ്സിലാകത്തക്ക നിലയിൽ അത് ഭംഗിയോടും ഉത്തരവാദിത്വത്തോടും മറ്റു ശുശ്രൂഷകൾ അപേക്ഷിച്ച് ഒരു ഇടയ ശുശ്രൂഷകൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും ദൈവജനത്തിന്റെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കണം. അല്ലെ, ഒരു ശുശ്രൂഷ അനുഭവിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ തോന്നണം, ഈ ദേവദാസം കൊള്ളാം, നമ്മൾ ശുശ്രൂഷയ്ക്ക് പോയാലും നമുക്ക് സങ്കടത്തിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകും, ഒരു ധൈര്യം ഉണ്ടാകും എന്നൊരു ബോധ്യം അവർക്ക് ഉണ്ടാകണം. അപ്പോ ഇതാണ് ഇടയ ശുശ്രൂഷ എന്നുള്ളതിന്റെ ചില നിർവചനങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഒരു ഇടയ ശുശ്രൂഷക്കുള്ള ചില നിർദ്ദേശങ്ങൾ, ഇടയ ശുശ്രൂഷകർക്കുള്ള ചില നിർദ്ദേശങ്ങൾ. ഇടയ ശുശ്രൂഷകർക്കുള്ള ചില നിർദ്ദേശങ്ങൾ. ഒന്ന്, ആട്ടിൻകൂട്ടത്തെ മുഴുവനായും സൂക്ഷിക്കണം. ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിക്കണം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. നിങ്ങളെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. ഓക്കെ, അപ്പൊ ഇടയ ശുശ്രൂഷകർക്ക് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ദൈവം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. കണ്ടോ? അപ്പോ അത്രമാത്രം വളരെ കെയർഫുള്ളോടുകൂടെ, വളരെ പ്രാധാന്യതയോടുകൂടെ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ എന്നുള്ളത്. അപ്പോ അത് എങ്ങനെയാണ് അവിടെ വായിക്കുന്നത്? ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ആ പദങ്ങൾ കണ്ടോ? ആ പ്രയോഗങ്ങൾ വളരെ പവർഫുള്ളാണ്, വളരെ ശക്തിയുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുത്തോ. ഈ വാക്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾ ബൈബിളിൽ വരയിടുന്നവരാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. 20-ാം അധ്യായം എനിക്കൊന്ന് ഓൾറെഡി നിങ്ങൾ അത് മാർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കാം. അല്ലാത്തവർ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ആ ശുശ്രൂഷയുടെ ഗൗരവമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ നിർദ്ദേശം 28-ാമത്തെ വാക്യമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കണം. അപ്പോ പരിശുദ്ധാത്മാവാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു സഭയിൽ അധ്യക്ഷനാക്കി നിയമിച്ചിരിക്കുന്നത്. അവിടെ പ്രായം 20 30 40 50 60 70 ഇല്ല. ഇപ്പൊ സംഘടനകളിൽ 70 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആണ്, അല്ലേ? പണ്ടൊക്കെ വെച്ചിട്ട് പ്രായമുള്ള ദേവദാസന്മാർ നമ്മുടെ സഭയിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ പ്രായം പക്വതമാകുമ്പോൾ ഇവിടെ റിട്ടയർമെന്റ് ആണ്. ഓക്കെ, പക്ഷേ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല, അല്ലേ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് പൂർത്തിയാകുന്നത് വരെ ആകുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷയെ പൂർത്തിയാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അപ്പോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഒരു റിട്ടയർമെന്റും ഇല്ല. ചിലപ്പോൾ സംഘടന നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ഇനി മതി എന്ന് പറഞ്ഞ് വീട്ടിലിരുത്തും, അല്ലേ? പക്ഷെ ദൈവം തന്ന ശുശ്രൂഷ മാറ്റാൻ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തികൾക്കോ കഴിയുകയില്ല എന്നുള്ളതാണ്. ആമേൻ.
ഇവിടെ നാം വായിക്കുന്നു, ഓക്കെ, ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു. അപ്പോ ആട്ടിൻകൂട്ടത്തെ മുഴുവനെ സൂക്ഷിക്കണം. അതാണ് ഒന്നാമത്തെ നിർദ്ദേശം ഇടയ ശുശ്രൂഷകർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒന്നാമത്തെ. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിരിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിനു മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഓക്കെ, ഇവിടെ വായിക്കുന്നു ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അധ്യക്ഷത ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം. എന്റെ 4-ാമത്തെ വായിക്കുന്നു, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നമുക്ക് യഥാർത്ഥമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷമാകുമ്പോൾ. ഇപ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഓണററിയം മാത്രമാണ്, ജസ്റ്റ് ഒരു അംഗീകാരം മാത്രമാണ്, അല്ലെ? അപ്പോൾ തന്നെ ഓക്കെ, പാസ്റ്റർ മിനിസ്ട്രിയിൽ നിൽക്കുന്നവരുണ്ട്, പാസ്റ്റർമാരുണ്ട്, പാസ്റ്റർ മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ എന്റെ പിതാവ് ഒരു പാസ്റ്ററാണ്, ഞാൻ ജനിച്ചു വീണത് ഒരു ഫെയ്ത്ത് ഹോമിലായതുകൊണ്ട് ജനനം മുതല് കാര്യങ്ങളൊക്കെ അല്പമൊക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്കും കഴിയുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ വിശ്വാസികൾ പറഞ്ഞ വാക്ക് എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ പാസ്റ്റർ അങ്ങനെ ജീവിച്ചൊന്ന് നോക്കട്ടെ എന്ന്. അത് കേട്ടിട്ട് ഞാൻ ഒരിക്കലും ഒരു ശുശ്രൂഷൻ ആയിരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് ഒരു അനുഭവം ചെറുതായിട്ട് പറഞ്ഞു, അല്ലെ? ഇനി പാസ്റ്റർ എങ്ങനെ മോന് ഫീസ് അടയ്ക്കാൻ നോക്കട്ടെ. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇവര് തരുന്ന കാശാണോ? എന്റെ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് ഒത്തിരി മുറിവേറ്റിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ദൈവം പ്രവാചകന്മാരിലൂടെ തന്ന ശുശ്രൂഷ നിന്നെ ഒരു ആട്ടിൻകൂട്ടത്തിൽ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകാൻ. ദൈവത്തിന്റെ കൃപ എന്ന് പറയട്ടെ, 10 വർഷമായിട്ട് ഒരു 50-60ഓളം വിശ്വാസികളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കാൾ പ്രായമുള്ള, എൻ്റെ മാതാപിതാക്കളെക്കാൾ പ്രായമുള്ള എല്ലാവരും വളരെ റെസ്പെക്റ്റോടുകൂടെ പാസ്റ്റർ എന്നല്ലാതെ മാറ്റി വിളിക്കുകയില്ല. എൻ്റെ കഴിവൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഞാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. പക്ഷേ എൻ്റെ ഇഷ്ടത്തെ ദൈവ ഇഷ്ടവുമായിട്ട് ഞാൻ സമർപ്പിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നത് അത് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് പ്രാപ്തി തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ എൻ്റെ പഠനവും ഈ ഒരു വിഭാഗത്തിലേക്കാണ് പഠിക്കുന്നത്. എൻ്റെ ഹെയർ സ്റ്റഡിയും ഞാൻ അതിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പാസ്റ്റൽ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്നതിൽ തന്നെയാണ് ഇപ്പോഴും ദൈവത്തിന്റെ കൃപയാൽ ഡോക്ടറൽ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അതിനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവം നമ്മുടെ അവസ്ഥ അറിയുന്നു, അതല്ല എന്താണ് ശുശ്രൂഷ എന്ന് പഠിപ്പിക്കുകയാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള വാടാത്ത കിരീട പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം അവിടെ തരുന്നത് ആട്ടിൻകൂട്ടത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മാതൃകകളായിരിക്കണം എന്നുള്ളതാണ്. മാതൃകകളായിരിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇനി 3-ാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് തങ്ങളെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളണം. തങ്ങളെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. 1 തീമോഥെയോസ് 4:16. 1 തീമോഥെയോസ് 4:16. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കാം. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. കേട്ടോ, വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള വചനമാണ് കേട്ടോ. നമ്മൾ പ്രസംഗിപ്പോൾ തന്നെ നമുക്കും അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും, അല്ലേ? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാളെന്ന്, അല്ലേ? അത് പ്രസംഗിക്കുന്നവരെയും പ്രസംഗം കേൾക്കുന്നവരെയും വെട്ടുവന്നു. അത് അപ്പോൾ വായിക്കുന്നു, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ ആദ്യം രക്ഷപ്പെടുന്നത് നമ്മളാണ്. നീ നിന്നെ തന്നെ രക്ഷിക്കണം, അല്ലെ? നീ നിന്നെയും പിന്നെ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ട് ഇടയ ശുശ്രൂഷ ബന്ധത്തിൽ കാണുന്നത്. ഒന്ന്, ആട്ടിൻകൂട്ടത്തെ മുഴുവനായി സൂക്ഷിക്കണം. അപ്പോസ്തലപ്രവൃത്തി 20:28. രണ്ടാമത്തെ, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിരിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. മൂന്നാമത്തേത്, തങ്ങളെ തന്നെയും ഉപദേശത്തെയും എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്താണ് പ്രസംഗിക്കുന്നത് അത്
നമ്മുടെ ജീവിതത്തിൽ നോക്കും അല്ലേ. ഒരുപക്ഷെ ഒരു പാസ്റ്റർ ശുശ്രൂഷയാകുമ്പോൾ പാസ്റ്റർ കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഉടനെ ഫോർ എക്സാമ്പിൾ വിശുദ്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നെന്ന് ഓർത്തോ, ഉടനെ വിശ്വാസികളുടെ കണ്ണ് എവിടെ പോകും? പാസ്റ്റർ ഭാര്യ എവിടെ ഇരിക്കണം നോക്കും അല്ലേ. സ്വാഭാവികമാണ്. പാസ്റ്റർ പ്രസംഗിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ നോക്കാൻ പെട്ടെന്ന് പോകും. ഇനി കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ നോക്കും, ഉടനെ എത്തി പാസ്റ്റർ മോനെ നോക്കും അല്ലേ, മക്കളെ നോക്കും. ഓക്കെ, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതും കൂടെ ഗ്രഹിച്ചിട്ട് വേണം പറയാൻ. അല്ലെങ്കിൽ വ്യക്തികൾ വളരെ ഇന്റലിജന്റ് ആണ് അല്ലേ, സ്മാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 3 നിർദ്ദേശങ്ങൾ. ഇനി അടുത്ത് ഒരു ശുശ്രൂഷകന്റെ യോഗ്യതകൾ. ശുശ്രൂഷകന്റെ യോഗ്യതകൾ. 1 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 14 യോഗ്യതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1 തീമോഥെയോസ് 3-ാം അധ്യായം 1 തീമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങളാണ്. അവിടെ നാം വായിക്കുന്ന അധ്യക്ഷന്മാരുടെ യോഗ്യതകൾ എന്നാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻസ് ഓഫ് ബിഷപ്സ്, ലീഡേഴ്സ് ഓർ മിനിസ്റ്റേഴ്സ്. അപ്പൊ അതിൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും ആകുന്നു. എന്നാൽ അധ്യക്ഷൻ ഒന്നാമതായിട്ട് 1-ാമത്തെ ക്വാളിഫിക്കേഷൻ അവിടെ പറയുന്നു, നിരപവാദ്യനായി. 1-ാമത്തെ യോഗ്യത നിരപവാദ്യൻ എന്ന് പറഞ്ഞാൽ an overseer must be above reproach. നിരപവാദ്യൻ. 2-ാമത്തെ യോഗ്യത അതേ വാക്യത്തിൽ കാണുന്നു, ഏക ഭാര്യയുടെ ഭർത്താവ്, ദി ഹസ്ബൻഡ് ഓഫ് 1 വൈഫ്. 3-ാമത്തെ കാര്യം അതേ വാക്യത്തിൽ പറയുന്നു, നിർമ്മതനായിരിക്കണമെന്ന്. നിർമ്മതൻ, ടെമ്പറേറ്റ്, നിർമ്മതൻ. 4 ജിതേന്ദ്രിയൻ. ആ ബൈബിൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ എഴുതാനായിട്ട് കഴിയും. 14 യോഗ്യതകൾ അവിടെ കാണുന്നു. 1 നിരപവാദ്യനായി ഇരിക്കണം, 2 ഏകഭാര്യയുടെ ഭർത്താവ്, 3 നിർമ്മതൻ, 4 ജിതേന്ദ്രിയൻ, 5 സുശീലനും, അടുത്ത് അതിഥിപ്രിയൻ, അടുത്ത് ഉപദേശിക്കുവാൻ സമർത്ഥൻ. അടുത്ത് മദ്യപ്രിയനായിരിക്കരുത്, ശാന്തനായിരിക്കണം, കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവൻ. ഇങ്ങനെ തുടങ്ങി 14 ഐറ്റം കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. സ്വന്തം കുടുംബം നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവരും ആയിരിക്കണം. വീണ്ടും താഴോട്ട് വായിക്കുന്നു, സ്വന്തം കുടുംബത്തെ നന്നായിട്ട് ഭരിക്കുന്നവരായിരിക്കണം, ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരിക്കണം, നല്ല സാക്ഷ്യം ഭവനത്തിൽ നിന്നും പുറത്തുനിന്നും പ്രാപിച്ച വ്യക്തിയായിരിക്കണം. പിന്നെ ഒരു പുതിയ ശിഷ്യൻ ആകരുതെന്ന് അവിടെ കാണുന്നു. പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരിക്കണം. 14-15 ഐറ്റം കാര്യങ്ങൾ ഒരു യോഗ്യതകളെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. ഓക്കെ, ഇതിൽ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഓരോന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലേ. നിരപവാദ്യനായിരിക്കണം, നർമ്മദൻ, ജിതേന്ദ്രൻ, സുശീലൻ, അതിഥിപ്രിയൻ, ഇങ്ങനെ
മാനുഷ്യമായിട്ട് നമ്മൾ ഒക്കെ കോപവും ഒക്കെ നമുക്കുണ്ടാകും അല്ലേ? പക്ഷേ എല്ലാം ഇതിൽ മനസ്സിലാക്കുമ്പോൾ എല്ലാം സ്വയം നിയന്ത്രിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. ആത്മാവിന്റെ ഫലത്തിൽ നമ്മൾ പഠിക്കും 9ാമത്തെ ആത്മാവ് ഇന്ദ്രിയ ജയം അല്ലെ? എല്ലാറ്റിലും നിയന്ത്രണാതീതമുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ്. ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്ക് നിരന്തരം പ്രസംഗിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ വാക്യത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, ആ പോയിന്റ് തന്നെയാണ് അവിടെ എഴുതി. നമുക്കിത് കൂടാതെ വീണ്ടും വേറെ പോയിന്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുഖവരയായിട്ട് ഇടയ ശുശ്രൂഷ എന്താണെന്നും ആരാണ് ഇടയനെന്നും അല്ലെങ്കിൽ ഇടയന്മാർക്കുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇടയ പരിപാലനം? ഇടയ പരിപാലനം, പാസ്റ്ററൽ, വാട്ട് ഈസ് പാസ്റ്ററൽ കെയർ? എന്താണ് ഇടയ പരിപാലനം? ഓക്കെ, പ്ലീസ് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നോ പ്രോബ്ലം പറയണം. ഇത് 1 മാൻ ഷോ പോലെ ആയി പോകരുത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. ഓക്കെ, റൈറ്റ്. 5 മിനിറ്റ് റെസ്റ്റ് തരുമോ സാറേ? 5 മിനിറ്റ്സ് റെസ്റ്റ്. ഓക്കെ ഓക്കെ, റെസ്റ്റ് എടുത്തോ, നോ പ്രോബ്ലം. ഓക്കെ, ഇനി മൊത്തത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു പതിവുണ്ടോ? എനിക്കറിയത്തില്ല. ഉണ്ട് സാറേ. പതിവുണ്ട്. എന്താണ്? ഇടയ്ക്ക് 5 മിനിറ്റ്. ശരിയാ, എന്നാ വളരെ ഉപകാരമാണ്. എന്റെ ചാർജും തീരാറായി. ഞാൻ ഒരു 5 മിനിറ്റ് കുത്തിയിടുന്ന. എന്നാ ഓക്കെ, അപ്പൊ ഒരു 10 മിനിറ്റ് ആകട്ടെ. 10 മിനിറ്റ് ആകട്ടെ. ചാർജ് ഇന്ന് പകലും ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. ഒരു 10 മിനിറ്റ്. ഇപ്പം കൃത്യം 9:42 ആയി. സോറി, 7:42 ആയി. ഓക്കെ, 10 മിനിറ്റ്. ഒരു 50-52 മിനിറ്റ് ആവുമ്പോൾ ഇറക്കും. ശരി, ശരി. സാറിന്റെ വീട് എവിടെയാ? ഓക്കെ, എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം കാട്ടാക്കട ഭാഗം. കാട്ടാക്കട പ്രോപ്പർ അഞ്ചുമരം കാല. അഞ്ചുമരം കാല. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് എനിക്കൊരു 37 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിലോട്ട് വരാൻ. പ്രൈസ് ലോർഡ്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് അല്പ ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് കടന്നു വരാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കാര്യം ഇടയ പരിപാലനം എന്നാണ്. എന്താണ് ഇടയ പരിപാലനം എന്നുള്ളതാണ്. അപ്പോൾ ഇടയ പരിപാലനം എന്നത് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തന്റെ സഭയെ മേയ്ക്കാനായിട്ട്, ദൈവത്തിന്റെ സഭയെ നയിക്കുവാൻ ദൈവം സഭയ്ക്കായി നൽകിയിരിക്കുന്ന ദാനമാണ്
ശുശ്രൂഷ വൃന്ദം എന്നുള്ളത്. ദൈവത്തിന്റെ സഭയെ നയിക്കുവാൻ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് ശുശ്രൂഷകന്മാർ. അതിൽ നമ്മൾ ഏതൊക്കെയാണ് ശുശ്രൂഷ വൃന്ദങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിന് പറയാനായിട്ട് ഇടയായി. എഫെസ്യർ എഴുതിയ ലേഖനം 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായിട്ടും, ചിലർ ഉപദേഷ്ടാക്കന്മാരായിട്ടും, ഇടയന്മാരായിട്ടും ഒക്കെ ദൈവം സുവിശേഷന്മാരായിട്ടൊക്കെ നിയമിച്ചിരിക്കുകയാണ്. പാസ്റ്റർ കെയർ എന്നുള്ളത് അല്ലെങ്കിൽ ഇടയ പരിപാലനം എന്നുള്ളത് ചില 1-2 നിർവചനങ്ങൾ നമുക്ക് എഴുതാം. എന്താണ് ഇടയ പരിപാലനം? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് എഴുതുന്നവർക്ക് അത് എഴുതാനും ഉള്ള അവസരമുണ്ട്. കരുതൽ ഉണ്ടായിരിക്കുകയും, എന്താണ് ഇടയ പരിപാലനം എന്നുള്ളതിന്റെ നിർവചനമാണ് ഞാൻ പറയുന്നത്. കരുതൽ ഉണ്ടായിരിക്കുകയും, വളരെ നിപുണതയോടുകൂടെ കരുതൽ ഉണ്ടായിരിക്കുകയും വളരെ നിപുണതയോടുകൂടെ കരുതൽ പ്രകടിപ്പിക്കുന്നതുമാണ് ഇടയ പരിപാലനം. ഒന്നാമത്തെ നിർവചനം, ഇടയ പരിപാലനം എന്നതിൽ ഒന്നാമത്തെ നിർവചനം എന്ന് പറയുന്നത് കരുതൽ ഉണ്ടായിരിക്കുകയും വളരെ നിപുണതയോടുകൂടെ കരുതൽ പ്രകടിപ്പിക്കുന്നതുമാണ് ഇടയ പരിപാലനം. ഓക്കെ, ഇനി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ചില ദേവദാസന്മാർ ചിലപ്പോൾ പ്രസംഗിക്കാൻ അത്രയും കരുത്തുള്ളവരായിരിക്കുകയില്ല. നമ്മുടെ പണ്ടത്തെ അല്ലെങ്കിൽ പഴയ ദേവദാസന്മാരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യാത്തവരാണ് അല്ലേ? സ്കൂൾ ചിലവര് ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്തവരാണ്. പക്ഷേ അവരെ ദൈവം ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ സഭയെ നയിക്കുന്ന രീതി, ഓരോ വർഷങ്ങളിലും നൂറുകണക്കിന് ആൾക്കാരാണ് അവരുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടുന്നത് അല്ലേ? അപ്പോ അന്നുള്ളത് പോലുള്ള ഒരു സഭയിലേക്കുള്ള ഒരു ഒഴുക്ക് ഇന്നില്ല. ഇന്ന് ദൈവദാസന്മാർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, കർത്താവെ ഉള്ളവരെ നിലനിർത്തണേ. അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടുന്ന് ശുശ്രൂഷ തികച്ച് പോകുന്നതിന് മുമ്പ് അതുവരെയെങ്കിലും ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ജനങ്ങൾ ഇപ്പോഴും ഉണ്ടാകണേ എന്നുള്ളതാണ് അല്ലെ? എന്റെ കാലഘട്ടത്തിൽ ആരും പോകരുതേ എന്നുള്ളതാണ്. അപ്പോ ഈ പരിപാലനം എന്ന് പറയുന്നത് അത് ദൈവത്താൽ ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, ദാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാടാനും പ്രസംഗിക്കാനും സഭാരാധനകൾ നടത്താൻ എല്ലാവർക്കും കഴിയും. പക്ഷെ ആ ഒരു കെയർ, പരിപാലനം എന്ന് പറയുന്നത് അത് പ്രത്യേകമായിട്ട് വരം ലഭിച്ചവർക്ക് മാത്രമേ അതിനുള്ള സാഹചര്യമുള്ളൂ. കരുതൽ ഉണ്ടായിരിക്കുകയും വളരെ നിപുണതയോടുകൂടെ കരുതൽ പ്രകടിപ്പിക്കുന്നതുമാണ് ഇടയ പരിപാലനം. അപ്പോൾ തന്നെ ഈ കരുതൽ മനസ്സിലാകാത്ത നിലയിൽ പ്രകടിപ്പിക്കാത്തതിലാണ് പല സഭകളും ഭിന്നിപ്പ് അല്ലെങ്കിൽ വളരാതിരിക്കുന്നത് അല്ലെ? ചില സഭകളിൽ വർഷങ്ങളായി 40-50 വർഷമായി അന്നും ഉണ്ടായിരുന്ന വിശ്വാസികൾ 40 പേര് തന്നെ, 30 പേര് തന്നെ ഇന്നും അത്രയൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ വളർന്നു, അവർ ഈ സഭയ്ക്ക് ഒരു അപ്ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വളർച്ച ഇല്ലാത്തതുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള ആരാധനകൾക്ക് വേണ്ടി മറ്റ് സഭകളിൽ പോകുന്നു. അപ്പൊ പഴയ ആൾക്കാർ തന്നെ, എത്രയോ സഭകളില് പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, യൗവനക്കാരിൽ യങ്സ്റ്റേഴ്സ് ഇല്ല സഭയില്. എന്താണ് സഭയ്ക്ക് കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞാൽ വചനത്തെ ഉപദേശം മാറ്റണമെന്നുള്ളതല്ല, അതിൻ്റെതായ രീതിയിൽ ജനങ്ങളെ വളർത്താനും പരിപാലിക്കുവാനും കെയർ കൊടുക്കുവാനും ഒരു ശുശ്രൂഷകന് കഴിയണം. അതാണ് ഒരു ഇടയ പരിപാലനം എന്നുള്ളത്. കരുതൽ കൊടുക്കുകയും അത് ഏത് രീതിയിൽ, എങ്ങനെ, ഏത് സമയത്ത് കൃത്യമായി നൽകണം എന്നുള്ളതും ഒരു ദൈവദാസന് ദൈവം കൊടുത്തിരിക്കുന്ന കൃപയാണ്. രണ്ടാമത്തെ നിർവചനം, ഇടയ പരിപാലനം എന്നത്
സ്നേഹിക്കുന്നതും സ്നേഹം കൊടുക്കുന്നതുമാണ്. ഇടയ പരിപാലനം എന്നത് സ്നേഹിക്കുന്നതും സ്നേഹം കൊടുക്കുന്നതുമാണ്. ഉദാഹരണം, ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാതെ അറിയാം അല്ലെ, തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോ സ്നേഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ദൈവസ്നേഹത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ചിട്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയത് അല്ലേ. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു. ലേഖനങ്ങളിൽ, യോഹന്നാന്റെ ലേഖനങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് സ്നേഹത്തെ കുറിച്ചുള്ള ഡെഫിനിഷനൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു അല്ലെ. നാം ഒന്നും അല്ലാതിരുന്നപ്പോ തന്നെ സങ്കീർത്തനം 139-ന്റെ 15-16 വായിക്കുന്നു, നാം നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ മാംസപിണ്ഡാഹാരമായിരുന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ കണ്ണ് നമ്മെ കാണുകയും നമ്മെക്കുറിച്ചുള്ളതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോ ദൈവത്തിന്റെ നിർണയത്തിൽ ഇങ്ങനെ ഇപ്രകാരം ഒരു ക്ലാസ്സിൽ പഠിക്കുമെന്നും ഈ വിധത്തിൽ നമ്മൾ ഒരുമിച്ച് ആയിരിക്കും എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ പുസ്തകത്തിൽ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലേ. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിനെ പറ്റി അറിയുന്നത് ചില ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് അല്ലെ. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് നിങ്ങളിലെ പലരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പോലും, നിങ്ങൾ അതുപോലെ എന്നെയും കാണുന്നത് അല്ലേ, അല്ലെങ്കിൽ ചില മാസങ്ങൾ. അപ്പോ ഇത് പക്ഷെ ദൈവത്തിന്റെ നിർണയപ്രകാരം ഓൾറെഡി ഉള്ളതാണ് അല്ലെ. ഇനി ദൈവഹിതമാണെങ്കിൽ അടുത്ത അടുത്ത ഫെബ്രുവരിയിലോ മാർച്ചിലോ നമ്മൾ നേരിട്ട് മുഖാമുഖം നമ്മൾ കാണും അല്ലെ. നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയൊക്കെ വരികയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ജനുവരിയിലാണോ? ഓക്കെ. ഇന്നലെ ആക്ച്വലി ഫാക്കൽറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവസാനം വരെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ഓക്കെ. അപ്പൊ ജനുവരിയിൽ, അപ്പോ 1 മാസം മുമ്പ് നമ്മൾ കാണും. ഓക്കെ, അത്രയും പോണ്ട, മാർച്ച് വരെ പോണ്ട. ഓക്കെ, അപ്പോ ഇതെല്ലാം ദൈവത്തിന്റെ നിർണയത്തിൽ എന്താണ് ഇതുള്ള കാര്യമാണ്. പ്രിയ ഒരു അമ്മമ്മ പറഞ്ഞില്ലയോ, ഒരുമിച്ച് ക്ലാസ്മേറ്റ് ആയിരുന്നു, പക്ഷെ അപ്പോഴും പോലും ചിന്തിച്ചില്ല ഒരുമിച്ച് വചനം പഠിക്കാൻ കഴിയുമെന്ന് അല്ലേ. അപ്പോ ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അപ്പോ ഇടയപരിപാലനം എന്നതും നമ്മൾ സ്നേഹിക്കണം അല്ലെ. എല്ലാവരും ഒരു പക്ഷഭേദമില്ലാതെ വിശ്വാസികളെ പ്രായപരിധി വ്യത്യാസമില്ലാതെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന അംഗീകാരം, യൗവനക്കാർക്ക് കൊടുക്കേണ്ടുന്ന അവരുടെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കണം അല്ലെ. ഒരു സഭയാകുമ്പോൾ മുതിർന്നവർ പറയുന്ന അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഒരു ദൈവദാസന് ഗ്രഹിക്കണം. അപ്പോൾ തന്നെ യൗവനക്കാരുടെ ശക്തി നമ്മൾ ഉപയോഗിക്കണം. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ അവരെ തിരസ്കരിക്കാതെ, ചിലപ്പോൾ ബ്ലണ്ടർ ആയിരിക്കും പറയുന്നത് എങ്കിലും അവരെ എന്തെങ്കിലും തിരസ്കരിക്കരുത്. മോൻ പറഞ്ഞ അഭിപ്രായം കൊള്ളാം, പക്ഷേ ഇന്ന രീതിയിലാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറയുമ്പോൾ അവർ അംഗീകരിക്കും. നിനക്കെന്തോടെ അറിയാം, നീ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതോടുകൂടെ സമയം പോവാ, അന്ന് വന്നത് തന്നെ പിന്നെ പിറ്റേ ആഴ്ച കാണത്തില്ല അല്ലേ. അതാ വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കെയർ ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു ദൈവദാസനാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു കുഞ്ഞ് പറയുന്നത് പോലും കേൾക്കും അല്ലേ, ശ്രദ്ധിക്കും. ഒരു കൗൺസിലർക്കും, നമ്മൾ കൗൺസിലിങ്ങിന്റെ ഭാഗവും ഇതില് പാസ്റ്ററൽ കൗൺസിലിംഗും നമ്മൾ ഇതില് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഒരു കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതയാണ് ഒന്ന് ലിസണിങ് അല്ലെ, കേൾക്കാനുള്ള ചെവി, അത് മാത്രം മതി അല്ലെ. നമ്മൾ ഇന്ന് ജനങ്ങൾ അവർക്ക് ഒത്തിരി പ്രയാസങ്ങളാണ്, പ്രതിസന്ധിയാണ്, പക്ഷെ കേൾക്കാൻ അവർക്ക് ഒത്തിരി പ്രയാസമുണ്ട്. ആരോട് പറയൂ, ഇങ്ങനെ പറയുമെന്ന് അവര് നടക്കുകയാണ്. അവരെല്ലാവരും ആഗ്രഹിക്കുകയാണ്, കേൾക്കാൻ ഉള്ള ഒരു ചെവിക്ക് വേണ്ടി അവർ ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പോ നമ്മൾ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ സ്നേഹം കൊടുക്കുന്നതുമാണ്. അപ്പൊ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള പദ്ധതിയാണ്. നമ്മൾ എത്രമാത്രം നമ്മൾ സ്നേഹം കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് ജനങ്ങൾ നമ്മെ സ്നേഹിക്കും, അംഗീകരിക്കും. ഓക്കെ, അപ്പോ അതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. 3:16 യോഹന്നാൻ 3:16 അല്ലെ. ദൈവം തന്റെ ഏകജനപുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ റെഫറൻസ് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോ ഒന്നാമത്തത് പാസ്റ്റൽ കെയർ എന്നുള്ളത് ഇടയപരിപാലനത്തിൽ ഉള്ളതിന്റെ നിർവചനം കരുതൽ ഉണ്ടായിരിക്കുകയും വളരെ നിപുണതയോടുകൂടെ കരുതൽ പ്രകടിപ്പിക്കുന്നതുമാണ് ഇടയപരിപാലനം.
അപ്പോ ഈ കരുതൽ മനസ്സിലാകാതക്ക നിലയിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവ് ഒരു ഇടയ ശുശ്രൂഷകന് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഇടയ ശുശ്രൂഷ ചിലപ്പോൾ ഫലവത്താകണമെന്നില്ല. പക്ഷെ അതിന് അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം നമുക്ക് അതിനുള്ള പ്രാപ്തി ദൈവം നൽകിയിട്ടാണ് ഓരോ ശുശ്രൂഷ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. രണ്ട്, ഒരു ഇടയ പരിപാലനം എന്നത് സ്നേഹിക്കുന്നതും സ്നേഹം കൊടുക്കുന്നതുമാണ്. ഉദാഹരണം, ദൈവം ലോകത്തെ സ്നേഹിച്ചു. മൂന്നാമത്തെ നിർവചനം, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ് ഇടയപരിപാലനം. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ് ഇടയപരിപാലനം. അപ്പോ നമുക്ക് ഏതൊരു ബന്ധത്തിനും പരസ്പരം മനസ്സിലാക്കൽ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലെ? പല ബന്ധങ്ങളും വിഘടിച്ചു പോകുന്നത് അല്ലെങ്കിൽ അത് മാറിപ്പോകുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ആശയവിനിമയം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിച്ച് യോഗ്യമായി അത് നിലനിർത്തുവാൻ കഴിയണമെങ്കിൽ, ഒന്ന്, മറ്റുള്ളവരെ മനസ്സിലാക്കണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തയ്യാറാകണം. ഇപ്പോ നമ്മൾ അവിടെ ഒരു പാസ്റ്ററൽ റോളോ അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള ആ ഒരു നമ്മൾ റോൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വ്യക്തികളെ നേരിടാൻ കഴിയില്ല. അവൻ എന്നെക്കാൾ പ്രായം കുറഞ്ഞതല്ലേ, അവൻ എൻ്റെ അടുത്തല്ലേ വരേണ്ടത്, ഞാൻ അവിടെയാണോ പോകേണ്ടത്, അല്ലെങ്കിൽ ഞാനൊരു പാസ്റ്ററല്ലേ, എൻ്റെ അടുത്തല്ലേ വരേണ്ടത് എന്നുള്ള ഇതോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരെ നേടാൻ കഴിയുകയില്ല, അല്ലേ? അപ്പോ കർത്താവാണ് അതിന് ഏറ്റവും നല്ല മാതൃക. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കാണുന്നു, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നു, യഹോവ നല്ല ഇടനാകും, നല്ല ഇടൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നു, അവയെല്ലാം അവൻ പേർ ചൊല്ലി വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു ഇടയന്റെ പ്രത്യേകതയാണ് 2-3 വർഷം ഒരു സഭയിൽ ശുശ്രൂഷിച്ചിട്ട് അറ്റ്ലീസ്റ്റ് അവിടുത്തെ വിശ്വാസികളുടെ പേരെങ്കിലും അറിഞ്ഞിരിക്കണം, അല്ലേ? ആഴ്ച ഓർന്നു പോയിട്ട്, അയ്യോ അമ്മാമ്മ, അച്ഛൻ എന്തോ പണി, എന്തോ പേരച്ഛൻ്റെ, ഞാൻ മറന്നുപോയല്ലോ, 1-2 പ്രാവശ്യം ചോദിക്കാം, അല്ലേ? എല്ലാ മാസം വിസിറ്റിങ്ങിന് പോകുമ്പോൾ ചോദിക്കുന്നത് അവരെ തന്നെ ചിന്തിക്കുക, അയ്യോ പാസ്റ്റർക്ക് എന്തോ പറ്റി, ഈ ചെറുപ്രായത്തിൽ തന്നെ ഓർമ്മശക്തി കുറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കും, അല്ലേ? അപ്പൊ ഒന്നിൽ നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പൊ ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിരിക്കാം. നമുക്ക് ബൈബിളിനോടൊപ്പം ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു ഡയറി ഉണ്ടായിരിക്കും, അല്ലേ? ദേവദാസന്മാർക്കൊക്കെ ഉണ്ട്. ആ ഡയറിയിൽ നമ്മുടെ ആടുകളുടെ പേര്, വിശ്വാസികളുടെ പേര്, അല്ലെ, സെക്രട്ടറി 1-ാം പേര്, അങ്ങനെ തുടങ്ങി അങ്ങനെ എഴുതി വെക്കും, അല്ലെ? അവരുടെ മക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ തുടങ്ങി എഴുതി വെക്കുന്നതിന്റെ കാരണം നമുക്ക് 2 കാര്യം ഓർത്തിരിക്കുക. ഒന്ന്, അവരെ ഭവനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അവരെ പേര് പറഞ്ഞ് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് സഹായമാകും. 2, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഇന്ന അച്ഛൻ്റെ ഇന്ന മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാതെ അച്ഛൻ്റെ പേര് പറഞ്ഞ്, അമ്മാമ്മയുടെ പേര് പറഞ്ഞ്, അവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അവരുടെ ജോലി, ഇതെല്ലാം പറഞ്ഞ് നമുക്ക് ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കണം, അല്ലേ? പ്രത്യേകിച്ച് സൺഡേയിൽ പാസ്റ്ററൽ പ്രയർ ഉണ്ട്, അല്ലെ? ഇടയ പ്രാർത്ഥന ഉണ്ട്. ആ ഇടയ പ്രാർത്ഥന എല്ലാവരുടെയും പേര് മെൻഷൻ ചെയ്യണം. ഒത്തിരി കുടുംബങ്ങളുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും പേര് പറയാൻ പറ്റത്തില്ല. ഓരോ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് ഒരു പേര് പറയാൻ പറ്റും, അല്ലേ? ഫോർ എക്സാമ്പിൾ, ജോൺ സാച്ചന്റെ ഫാമിലി, പാസ്റ്റർ ജോൺ ഫാമിലി, അല്ലെ? ഇങ്ങനെ പറഞ്ഞ് മേഴ്സി മനോജ് ഫാമിലി, ഇങ്ങനെ നമുക്ക് ആ ഫാമിലിയുടെ അറ്റ്ലീസ്റ്റ് പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാക്കുന്നതും അംഗീകരിക്കും. ചിലപ്പോ ചില വ്യക്തികൾക്ക് ഈ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, എംപ്റ്റി വെസൽസ് മേക്ക് മച്ച് നോയ്സ്. ഒഴിഞ്ഞിരിക്കുന്ന പാത്രം ഒത്തിരി ശബ്ദം ഉണ്ടാക്കുമെന്ന്, അല്ലെ? ഒരു സ്റ്റീൽ പാത്രം വെള്ളമൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആടിയിരിക്കും, അല്ലെ? ശബ്ദം കേട്ടുകൊണ്ടിരിക്കും.
ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി. പക്ഷെ അത് നിറച്ച് വെള്ളമോ അരിയോ മറ്റെന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കൾ അതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിലോ അത് അനങ്ങത്തില്ല, ശബ്ദം ഉണ്ടാകത്തില്ല അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഏത് രീതിയിലും ഒന്നും ഇല്ലാത്തവർക്കാണ് കൂടുതൽ സംശയവും കൂടുതൽ പ്രശ്നക്കാര് ഒക്കെ. അപ്പോൾ നമ്മൾ മുൻവിധിയോട് ഈ അച്ഛൻ എന്തോ പള്ളിയിലൊന്നും ആക്റ്റീവ് അല്ലല്ലോ, എന്നിട്ട് പുള്ളിക്കാണല്ലോ കൂടുതൽ എന്നുള്ള മുൻവിധിയോട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കണം അല്ലേ? പുള്ളി ഇങ്ങനെ കാരണം. അപ്പോൾ തന്നെ സഭയ്ക്ക് വേണ്ടി ആക്റ്റീവായിട്ട് നിൽക്കുന്നതും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി ഓടിനം ചെയ്യുന്ന സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചെയ്യുന്നവർക്ക് അവർ ദൈവഭക്തിയോടുകൂടി ദൈവദാസന്മാർ പറയുന്ന വാക്ക് കേട്ടങ്ങ് ഇരിക്കുമല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും ഒരു പ്രകൃതക്കാരല്ല എന്നുള്ള കാര്യമാണ്. നമ്മൾ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ ആ മനഃശാസ്ത്രമായിട്ടുള്ള രീതി നമ്മൾ കൂടുതലായിട്ട് അത് പഠിക്കും. ഇപ്പോൾ ഇന്ന് പാസ്റ്റർ കെയർ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇടയ പരിപാലനം മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലുള്ള കഴിവല്ല അല്ലേ? അപ്പോൾ പക്ഷെ ആ വ്യത്യസ്തമായ കഴിവുകൾ ദൈവം കൊടുത്തിരിക്കുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ കഴിവുകൾ എന്ത് ചെയ്യണം? കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ഈ ഭവന വിസിറ്റിംഗ് ദേവദാസന്മാർ ഭവന വിസിറ്റിംഗ് ചെയ്യും അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളുടെ കഴിവുകളും അവരുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ചില ഭവനങ്ങൾ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ മനോഹരമായിട്ട് പടങ്ങൾ അല്ലെ, ചിത്രങ്ങൾ വരച്ചു വെക്കും അല്ലെ? നമുക്കത് നോക്കിയിട്ട് അവരെ നോട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല മനോഹരമായിരിക്കുന്നു, ഇതാരാ വരച്ചെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഇളയ കുഞ്ഞോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദേവദാസന്മാർ വിളിച്ചിട്ട് അവരെന്ത് ചെയ്യണം? അഭിനന്ദിക്കണം. മനോഹരമായിരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം, നമ്മുടെ സഭയിൽ BBS മറ്റെന്തെങ്കിലും ചിൽഡ്രൻസ് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞിനോട് പറഞ്ഞ മക്കളെ ഇതാണ് കാര്യം, ഇന്നതാണ് ടീം എന്ന് മാത്രം കൊടുത്താൽ മതി. അവർ മനോഹരമായിട്ട് അത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ആർട്ട് വർക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഒക്കെ ചെയ്യാനായിട്ട് അറിയും. അത് നമുക്ക് വേണമെങ്കിൽ പരസ്യമായിട്ട് ഒരു അപ്രിസിയേഷനും കൊടുക്കാം, അതിനൊരു അല്ലേ അംഗീകാരം കൊടുക്കുക. അപ്പോൾ അവരുടെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കുകയാണ്. പിന്നെ അവർ പറയുന്ന ഒരു കുഞ്ഞാണെങ്കിൽ പോലും അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ അതിലൂടെ ചിലപ്പോൾ നമുക്ക് ചില ആശയങ്ങൾ അഭിപ്രായങ്ങൾ നമുക്ക് ലഭിക്കും. ഓക്കെ, നല്ലത് നമുക്ക് എടുക്കാം. ബൈബിൾ ആണല്ലോ പറയുന്നത്, നല്ലത് മുറുകെ പെടുക, തീയത് കളയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, കരുതൽ ഉണ്ടായിരിക്കുകയും വളരെ നിപുണതയോടുകൂടെ കരുതൽ പ്രകടിപ്പിക്കുന്നതുമാണ് പാസ്റ്റർ കെയർ. 2, ഇടയപരിപാലനം എന്നത് സ്നേഹിക്കുന്നതും സ്നേഹം കൊടുക്കുന്നതുമാണ്. 3, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ്. അപ്പോ മറ്റു മതസ്ഥരോട് ഒരു ആരോഗ്യകരമായ ബന്ധം നമുക്ക് നിലനിർത്തണമെങ്കിൽ നമുക്ക് അവരുടെ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അംഗീകരിക്കണം, ശ്രദ്ധിക്കണം അല്ലേ? അത് നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും സഭാപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും മക്കളോടുള്ള ബന്ധത്തിലാണെങ്കിലും അല്ലേ? ഓരോ വ്യക്തിയെ നമ്മൾ അവരെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പല പ്രയാസങ്ങളുടെയും പല ബന്ധങ്ങളും ശിഥിലമാകുന്നതിന്റെ കാരണം നമ്മൾ വ്യക്തികളെ അവരെ മനസ്സിലാക്കാതെ നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ഇടപെടുന്നു അല്ലേ? അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുന്നു, നമുക്കത് അംഗീകരിക്കാൻ കഴിയാതെ വണ്ണം എന്ത് ചെയ്യുന്നു, അത് മാറിപ്പോകാനായിട്ട് ഇടയാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും സംശയം? അപ്പുറം ബോറടിക്കുന്നില്ലെന്ന് പറഞ്ഞ സാറേ. ഓക്കെ ഓക്കെ ശരിയായി. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം തുടങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിർത്താമെന്ന് ചിന്തിക്കും ഇന്നത്തെ ക്ലാസ്. പാസ്റ്റർ കെയറിന്റെ അല്ലെങ്കിൽ ഇടയ പരിപാലനത്തിന്റെ സവിശേഷതകളാണ്. അത് ഒത്തിരി പോയിന്റ് ഉണ്ട്. ഞാൻ തുടങ്ങിയാൽ അത് തീരത്തില്ല. 10 മിനിറ്റ് കൊണ്ട് ഇനി തീരത്തില്ല, 10-15 മിനിറ്റ് കൊണ്ട് തീരത്തില്ല. അപ്പോ ഇടയ പരിപാലനത്തിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോ മറ്റു സംശയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സുമ ആന്റി പ്രാർത്ഥിക്കാവോ? നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചല്ലോ. ചുരുക്കമായിട്ട്
പ്രാർത്ഥിക്കാം. മറ്റാർക്കെങ്കിലും Praise പ്രാർത്ഥന Lord. വിഷയങ്ങൾ ആൻറ്റി ഒരു മിനിറ്റ്, ആർക്കെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞിനൊരു BSc ഒരു അഡ്മിഷന് വേണ്ടി ഇങ്ങനെ നോക്കുന്നത് ആയിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ ബോംബെയിലാണ്. പാസ്റ്റർ ബിനു പാസ്റ്റർ മകൾക്കാണോ? ഇളയതാക്കില്ല. BSc നഴ്സിംഗിന്റെ അല്ലയോ? ബിനു പാസ്റ്റർ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തക്ക സമയത്ത് ഒരു അഡ്മിഷൻ ദൈവം ഒരുക്കട്ടെ. അപ്പോൾ തന്നെ ഞങ്ങളുടെ എൻ്റെ റീജിയനില്, നെയ്യാറ്റിൻകര റീജിയനില് നമ്മുടെ താലന്ത് പരിശോധന വരുന്ന ശനിയാഴ്ചയാണ്, 20-ാം തീയതി. അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. താലന്ത് പരിശോധന. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണീസമ്പന്നായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും പ്രശാന്തമായി ഈ രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് തിരുവചനം പഠിക്കുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഇടയ പരിപാലനത്തെ കുറിച്ച് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്ലാസ് എടുക്കാൻ പ്രിയ സാറിനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. പഠിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന ദൈവത്തിന് 1000 നന്ദി പറയുന്നു കർത്താവെ. പഠിച്ച് നിശ്ചയം പ്രാപിച്ച് പൊന്നുപോലെ പുറത്തു വരുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ബെന്യപാസിന്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിന്റെ മകൾക്ക് കർത്താവെ ഹല്ലേലൂയ BSc നഴ്സിംഗിന് കർത്താവ് ഒരു അഡ്മിഷൻ വേണമല്ലോ കർത്താവെ. തക്ക സമയത്ത് വഴിയും വാതിലും ഒരുക്കി മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിനെതിരായി പോരാടി നിൽക്കുന്ന എല്ലാ അന്ധകാര പൂരുകളും അവിടുന്ന് ശാസിച്ചമർ ചെയ്യണമേ കർത്താവേ. തക്ക സമയത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണം. നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുള്ള മുഖാന്തരങ്ങൾ വഴികളെല്ലാം ദൈവം ഒരുക്കി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക വഴികളെല്ലാം തുറന്നു കൊടുത്ത് മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയ സാറിന്റെ കർത്താവെ താലന്ത് പരിശോധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ ഇടയാക്കണമേ. ഓരോ കുഞ്ഞുങ്ങളും തന്നിലായിരിക്കുന്ന കർത്താവെ ആ കൃപകളും കൃപാവരങ്ങളും ജ്വലിപ്പിക്കുവാൻ കർത്താവെ ആ പ്രോഗ്രാമുകളൊക്കെ അനുഗ്രഹമായി തന്നെ ചെയ്യുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണമേ. നല്ല റിസൾട്ട് ലഭിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രികാലം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുവചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. പഠിപ്പിച്ച സാറിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസിക്കായി കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കും കർത്താവ്. അത്ഭുതം പ്രവർത്തിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. പരസ്പരം നമുക്ക് ദൈവസ്നേഹം പ്രാർത്ഥിക്കുകയും പരസ്പരം ദൈവസ്നേഹത്തിലായിരിക്കുകയും ചെയ്യാം. ദൈവം കൃപ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് താങ്ക് യു നൈറ്റ്. സാർ. താങ്ക് യു.